നീയല്ലേ? വാടാ. നിനക്ക് എന്ത് പറ്റിയടാ? പറ്റിയത് ഞാനിനി പറയണമല്ലടാ. പാപ്പി നീ ഇവിടെ ഇത് ഞങ്ങൾ തമ്മിൽ തീർക്കേണ്ടതാണ്. എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നിട്ട് നാടകം കളിച്ചു നടക്കുന്ന തെണ്ടി നാറി വരികയാണെന്ന് കരുതിയ വല്ലടത്ത് കിടന്ന് ഒടുങ്ങിപ്പോന്ന് കരുതിയ. കൊല്ലട്ടെ, കൊന്നാലേ മതിയാവുമെങ്കിൽ കൊല്ലട്ടെ. ഇത്രയും കൊല്ലം കാത്തിരുന്നില്ലേ, അതിനെനിക്ക് കിട്ടണം. കാത്തിരുന്ന് ഞാൻ ഒളിവിലായപ്പോ എന്നെ ഒറ്റിക്കൊട്ട ഈ നാറിയോടൊപ്പം ഓടിപ്പോന്നോളല്ലേ നീ. എന്നിട്ട് ഇത്രയും കൊല്ലം ഇവന്റെ കൂടെ ആങ്ങളെയും പെങ്ങളുമാണെന്ന്. ഇവക്കടെ പേരെന്താണ്? അമ്മു, അമ്പുജാക്ഷി. ചോറ്റാനിക്കോരാമന്റെ രൂപമാണ്. ഇവളാണോ ആന്റെ പെങ്ങള്? ക്രിസ്ത്യാനി. ആങ്ങളെയും പെങ്ങളും കളിച്ച് നിങ്ങളെ മണ്ടന്മാരൊക്കെയല്ലോ ഈ നാറികള്. കത്തിമൂലം കാണിച്ച് ആങ്ങളമാരും സ്വന്തക്കാരും ചീറി വന്നിട്ടും കൂട്ടാക്കാണ്ട് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നല്ലേ ഈ ഞാൻ. ആ എന്നെ നീ രഘുവേട്ട എന്തായി പറയണ? എടാ നീ ആദ്യം ഞങ്ങ പറയണമെന്ന് കേക്ക്. മുണ്ടിപ്പോവരുത്, കൊന്നാളില്ല രണ്ടിനെ. കാര്യത്തോട് എടുക്കുമ്പോഴേ ഓരോരുത്തന്മാർ പൂച്ചി പുറത്തു കിടന്നത്. എന്റെ കണക്കിവിടെ ബാക്കി കിടക്കാണ്. അത് തീർത്തിട്ടേ ഈ രഘു പോകും. ഓർത്തോടാ. വാടാ. അമ്മു, നീ വിഷമിക്കാതെ അമ്മു. ആരെങ്കിലും പറഞ്ഞ് കുത്തിത്തിരിപ്പിച്ചതാവുള്ളൂ അവനെ. ദൈവത്തിന്റെ മനസാക്ഷിയുടെ മുന്നില് നമ്മ തെറ്റുകെട്ടില്ലല്ല. ഉണ്ടോ അമ്മു? ഇല്ലല്ല. കൂടെ പറഞ്ഞ പെങ്ങളായിട്ടില്ലേ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. നീ എന്തിനാണ് കരയണത്? നമ്മുടെ മനസ്സിൽ കറിയില്ലല്ല. ഇത്രയും കൊല്ലം കാത്തിരുന്നിട്ട് അത് അവന്റെ ബുദ്ധിമോശം. ഒരു കാര്യം മുഴുവൻ എതിർക്കാൻ വന്നപ്പോഴും തോറ്റു കൊടുക്കാണ്ട് നിന്നെ ഇവിടെ കൊണ്ടുവന്നതും ഒരു പോർലും വെക്കാണ്ട് കാവലിന്ന് ഇത്ര നാൾ പൊറപ്പിച്ചതും ആളാർക്ക് മനസ്സിലായില്ല. നീ സമാധാനപ്പെട്. നീ കൂടി തളർന്നാ ഞാൻ കൊന്നു വളർത്തു അത്ര. അവനെ അങ്ങനെ വെറുതെ വിടുകയല്ല. നിന്റെ കാക്കയെ കൊണ്ടൊന്ന് മാപ്പ് പറയിച്ചില്ലെങ്കിൽ എന്റെ പേര് ആണ്ടെന്നല്ല. ആ ആശാനെ, ഞാൻ വീട്ടിൽ പോയിരുന്നു. രഘു ആദ്യം വന്ന എൻ്റെ അടുത്താ. ആൻഡോയ്ക്ക് പണ്ടേ നോട്ടം ഉണ്ടായിരുന്നത്രേ അമ്മൂനെ. അമ്മു രഘുവിൻ്റെ കൂടെ ഇറങ്ങി പോന്നപ്പോ ആൻഡോ കയറി അവർ വീട്ടുകാരെ ഇളക്കി. കത്തിക്കുത്തും അടിയും കൊലയും. അമ്മൂന്റെ ആങ്ങളെ ഒരുത്തൻ ചത്തു. കരക്കാര് മുഴുവൻ എതിരായപ്പോ രഘു മുങ്ങി. ആ തക്കത്തിന് അമ്മൂനെ അടിച്ചോണ്ട് പോന്നതാ ആൻഡോ. അന്ന് മുതൽ നോക്കി ഇറക്കുക രഘു. ആൻഡോ എവിടെ കണ്ടാലും കുത്തി മലർത്തോ എന്ന് പറഞ്ഞ് ഒളിവി കഴിയുമ്പോഴാ ആശാന്റെ നാടകത്തിന്റെ നോട്ടീസ് കണ്ട് ഇവിടെ ഉണ്ടോന്ന് മണത്തറിഞ്ഞത്. രഘു പറയുന്ന ഓരോ പഴങ്കഥകൾ കേൾക്കുമ്പോ എന്റെ ആശാനെ, നമ്മൾ അറിഞ്ഞ ഇത് ഒരെണ്ണം മാത്രം. രായ്ക്ക് രാമാന് ഒരു പെണ്ണിനെ അടിച്ചോണ്ട് വരണമെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മളിത് അറിഞ്ഞത് ലിസയുടെ ഭാഗ്യം. സംഗതി ആശാനും ഞാനും തമ്മിൽ കുരുത്തിട്ടുമുണ്ട്, ഉടക്കിയിട്ടുമുണ്ട്. എന്റെ ട്രൂപ്പ് സെറ്റാവാതെ നിൽക്കുമ്പോഴും ആശാന്റെ ട്രൂപ്പ് അടിച്ചു കയറുകയും ചെയ്യുമ്പോ
ഞാനും ചോരയും നീരും ഉള്ള ഒരു മനുഷ്യനല്ലേ എന്ന് കരുതി ആശാൻ ഒരു ആപത്തിൽ ചെന്ന് ചാടുമ്പോ ഞാൻ നാടകക്കാരനായത് ആശാൻ കാരണമാണ്. എന്നെ തട്ടേ കയറ്റി നിർത്തി ആദ്യമായി ഡയലോഗ് പറയിപ്പിച്ച ഗുരുവാണ് ആശാൻ. ചാകണ വരെ ചാർലി അത് മറക്കൂല. നീ മറക്കണ്ട. പോ പോവാൻ. നീയാ? എന്താ? രഘുവോടെ. അവനോട് ഉണ്ടാവുന്ന ആര് പറഞ്ഞു? ആരും പറയണ്ട. നീ എന്തിനാ രഘുവിനെ അന്വേഷിക്കുന്നത്? അത് നീ എന്തിനാ അറിയണത്? അവൻ നിന്നെ കൊല്ലുമെന്നും പറഞ്ഞ് ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുക. വെറുതെ മുമ്പിൽ ചെന്ന് ചാടണ്ട. ഇന്ന് തന്നെ ഞാൻ വന്ന് പിടിച്ചു മാറ്റിയില്ലാതെ കാണായിരുന്നു. എനിക്കവനോട് സംസാരിക്കണം, അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. വെറുതെയാ, നടക്കാൻ പോകുന്ന കാര്യമല്ല. അല്ലടാ ആൻഡോ, അമ്മൂനെ നീ ബലാത്കാരമായിട്ട് പിടിച്ചോണ്ട് വന്നൊന്നുമല്ലല്ലോ. അവള് സ്വമനസാലം നിന്റെ കൂടെ വന്നതല്ലേ. അത് അവന്റെ പിടിപ്പ് കേട്. അതിന് നിന്റെ മേക്കിട്ട് കയറിയിട്ട് എന്തിനാണ്? എന്നാലും എടാ, നീയാണ് ഭാഗ്യം ചെയ്ത ജന്മം. പൊരയില് ചോരയും നീരുമുള്ള ഒരെണ്ണം ഇരിക്കുമ്പോ തന്നെ ആശാന്റെ മോളെ നീ ലൈനാക്കി എടുത്തല്ലേ. 10-40 സ്റ്റേജ് ഒന്നിച്ച് അഭിനയിച്ചിട്ട് എനിക്ക് ആ വഴിക്ക് നോക്കാൻ കൂടി തോന്നിയിട്ടില്ല. സമ്മതിച്ചു തന്നിരിക്കുന്നു. രഘു പറഞ്ഞ ഞാൻ സഹിച്ചു. അവന്റെ ചങ്ങാതിയാണ്. അത് കണ്ട് തോന്നിയ ദിവസം പറഞ്ഞാണ്ടല്ല മോന്താടെ ഷേപ്പ് മാറും. ചേടാ, ഒരു നല്ല കാര്യം പറഞ്ഞാലും നീ ഉടക്കാൻ നിൽക്കുകയാണല്ലോ. എടാ, ഞാൻ നിന്റെ കൂടെ നിൽക്കാവുന്ന രഘുവിനെ നമുക്ക് രണ്ടുപേർ കൂടെ ഒതുക്കാം. ആശാന്റെ മോളെയും കൂടെ വിളിച്ചോണ്ട് വന്നിട്ട് നീ രണ്ടിനെയും കൂടെ പൊട്ടിക്കുക. പുഴുത്ത വർത്താനം പറഞ്ഞ പന്നി നിന്റെ നാവിയായിരിക്കും. നീ ഒരുത്തനെ രഘുനെ പറഞ്ഞ് നടക്കണത്. വിഷം കലക്കാൻ നോക്കണേണ്ട ശാവമേ. നീ ആന്റോനെ ശരിക്കും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ കാണണോ എനിക്ക് അവനെ? ആരെ? ആ നെറികെട്ടവനെ, ആന്റോനെ. ഒരു മറയുമില്ലാണ്ടല്ലടാ ഞാൻ അവനെ സ്നേഹിച്ചേ, വിശ്വസിച്ചേ. എന്നിട്ടും അവൻ എന്റെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു. ഇപ്പോഴെങ്കിലും ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ ഈശോയെ, എന്റെ മോക്കടെ ഒരു ഗതി. ആശാനെ, എനിക്ക് അവന്റെ മുഖത്ത് നോക്കി ചോദിക്കണം, എന്ത് കണ്ടിട്ടാണ് ആ പട്ടി നീ എത്തപ്പാന്റെ അടുത്ത് കളിക്കാൻ വന്നേന്ന്? ആന്റോ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുവാ? ആശാൻ വന്നേ, നമുക്ക് അവനെ പിന്നെ കാണാം. ഒരു പിന്നെയില്ല, നന്ദിയില്ലാത്ത പട്ടി. അപ്പാ, അപ്പനിന്ന് ഇത്തിരി കൂടുതൽ കുടിച്ച്. എണ്ണം കൊണ്ടാ മോളെ, സങ്കടം കൊണ്ടാ. പെങ്കൊച്ചിക്ക് പ്രായമായി വരികയാണ്. നാടകത്തിലോട്ട് ഇറക്കണ്ടെന്ന് ഗുണദോഷിക്കാൻ 100 പേര് വന്നു. അപ്പോഴൊക്കെ എന്റെ കൂടെ നിന്നവളാണ് എന്റെ അമ്മ. ആകാൻ കിടക്കുമ്പോ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നാടകവും കലയും ഒക്കെ ശരി, പക്ഷേ നിങ്ങൾ ഒരു അപ്പനാണെന്ന് മറക്കണ്ടെന്ന്. ഉമ്മടെ മോക്ക് ഇനി അപ്പം മാത്രമേ ഉള്ളൂ. ആശാനെ, എടാ, ആണും പെണ്ണുമായിട്ട് എനിക്കിതൊന്നേ ഉള്ളു. ചതുക്കിയതെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കണം. ഈശോനെ വിചാരിച്ച് നീ ഇടങ്കോലാവരുത്. തട്ടേല് കയറ്റി ഡയലോഗ് പഠിപ്പിച്ച ഗുരുവല്ലടാ ഞാൻ. അതിന്റെ ദക്ഷിണ ഇരക്കാണ്. ആശാനെ, ആര് വേണമെങ്കിലും വഴി പറഞ്ഞാട്ടെ, പക്ഷെ നിങ്ങ എന്നെ സംശയിക്കരുത് കേട്ട. എനിക്ക് സഹിക്കല ആശാനെ. ആന്റോ, നീ ഇങ്ങോട്ട് വന്നേ. ആശാൻ ആകെ എരിപിരി കൊണ്ട് നിൽക്കാണ്. ഇപ്പൊ എന്ത് പറഞ്ഞാലും ആശാന് മനസ്സിലാകാൻ.
ഞാന് നാടകം നിർത്തുകയാണ്. എനിക്ക് അതിലും വലുതാ എന്റെ മോള്. മോള് ദേ എതിര് പറയരുത് കേട്ടാ. കഴിഞ്ഞത് അങ്ങാട്ട് മറന്നുകളാ. എത്ര എളുപ്പത്തിലാപ്പം പറയണത്. മറക്കാൻ മറക്കണം, മറന്നേ ഒക്കൂ. അങ്ങനെയാണ് വിധിയെങ്കിൽ എനിക്ക് വേറെ കല്യാണം ആലോചിക്കണ്ട. അപ്പൊ നീ എന്നെ അനുസരിക്കുകയല്ലേ? ഇക്കാര്യത്തിലില്ല.